ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് പവർഫുൾ കിച്ചൻ. ഇന്ന് കിച്ചണിൽ നമ്മൾ ഉള്ളിച്ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, വളരെ ഗൃഹാതുരത്വം തോന്നുന്ന ഉള്ളിച്ചമ്മന്തി എല്ലാവരുടെയും ഓർമ്മകളിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ കാണുമ്പോൾ നമുക്ക് നാവിലൊക്കെ വെള്ളം വരുന്ന ഒരു ഐറ്റം തന്നെയാണ് അല്ലേ. അപ്പോൾ അതിനായിട്ട് ചുവന്നുള്ളി കുറച്ചെണ്ണം എടുക്കുക, ചെറിയ ഉള്ളി, അതുപോലെ ഒരു സവാള ചെറുത്, വറ്റൽമുളക് ഒരു 10 എണ്ണം, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ചൂടായി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് അതൊന്ന് വഴറ്റിയെടുക്കേണ്ടതിന് വേണ്ടുള്ളൂ. അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് ഉള്ളി അതുപോലെ സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഒന്ന് നന്നായിട്ട് വഴണ്ട് വരാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കമുളക്, വറ്റൽമുളക് അതിട്ട് കൊടുക്കാം. എന്നതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ സമയം വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ അല്പം കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇട്ടത് ചെറിയ ഉള്ളി, ചുവന്നുള്ളി, അതുപോലെ തന്നെ സവാള സ്ക്വയറായിട്ട് കഷ്ണങ്ങളാക്കിയത്, അപ്പോൾ അതിട്ട് കൊടുത്തു. പിന്നെ വറ്റൽമുളക്, പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി ഇത്രയും അളവിൽ പുളിങ്ങ വേണം കേട്ടോ. നമുക്ക് വളരെ കുറച്ച് നമുക്ക് ചമ്മന്തിക്ക് ആവശ്യമുള്ള പുളിങ്ങ, പിന്നെ അല്പം കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എണ്ണയിൽ കിടന്നിങ്ങനെ ഉള്ളിയും മുളകെല്ലാം വഴറ്റുമ്പോൾ ഉണ്ടാകുന്നൊരു ടേസ്റ്റിലാണ് ആ ഉള്ളിച്ചമ്മന്തിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്, അതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു വിധം നമ്മുടെ ഉള്ളിയെല്ലാം ഒന്ന് ബ്രൗൺ കളറായി വന്നു എന്ന് തോന്നിയാൽ നമുക്ക് അടുപ്പിൽ നിന്ന് നമുക്കിതെല്ലാം വാങ്ങി ചൂടാറിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ചൂടാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് നമുക്കൊന്ന് അടിച്ചെടുത്ത് വരാം. അപ്പോൾ അതാ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചു. ഇതേ കണക്കിന് വേണം നമ്മൾ ചമ്മന്തി പൊടിച്ചെടുക്കാൻ. അരകല്ലിലിട്ടിട്ട് നമുക്കത് പൊടിച്ചെടുക്കാം. അതുപോലെ മുളക് ചുട്ടിട്ടും നമുക്ക് തയ്യാറാക്കാം. അത് നമുക്ക് വേറെ വീഡിയോയിൽ ചെയ്യാം. ഇനി നമ്മളതൊരു ചിരട്ടയിലേക്ക്, കുറച്ച് ഭംഗിക്ക് വേണ്ടി നല്ലൊരു ചിരട്ടയിലേക്ക് മാറ്റി ആവശ്യാനുസരണം വെളിച്ചെണ്ണയൊന്ന് ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. വളരെ സിമ്പിളാണ്. നമ്മുടെ മലയാളികൾക്കൊക്കെ ഓർമ്മയിൽ എപ്പോഴും ഉള്ളതാണ് ഉള്ളിച്ചമ്മന്തി. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്